നമുക്കിന്നൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കിയാലോ. ഇടയ്ക്ക് വ്യത്യസ്തമായിട്ടൊക്കെ എന്തെങ്കിലും ഒന്ന് റെസിപ്പി ട്രൈ ചെയ്യണ്ടേ. അപ്പോൾ നമ്മളതിനൊരു 10-15 ഉള്ളി അരിഞ്ഞ് ചെറുതായിട്ട് എടുത്തിട്ട്, അതുപോലെ തന്നെ ഇഞ്ചിയും കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ ഒരു തേങ്ങ, പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകം. ഇത്രയും സാധനങ്ങൾ, മറ്റേ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഈ തേങ്ങയും ജീരകം എല്ലാം കൂടെ നന്നായിട്ട് ജീര റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു 300 ഗ്രാം ഉള്ളൂ കേട്ടോ. നമ്മൾ 4 പേർക്കുള്ള 5 പേർക്കുള്ള ഭക്ഷണം. അപ്പോൾ അത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിച്ച് 1 മണിക്കൂർ വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു തേങ്ങ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാൽ കുക്കറിൽ വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് മുങ്ങി പൊങ്ങി വറ്റി വരണം. അതായത് അതിൻ്റെ അകത്ത് ഒത്തിരി കുഴഞ്ഞു പോവുകയും ചെയ്യരുത്, എന്നാൽ പാകത്തിനായിരിക്കുകയും ചെയ്യണം. അങ്ങനെ വേവാൻ പാകത്തിന് അരി വയ്ക്കുക, കുറച്ച് ഉപ്പിടുക. ഇത്തരം സാധനങ്ങൾ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ടേസ്റ്റിയുള്ള കറിയുടെ ഒക്കെ കൂടുതൽ. ഇപ്പോൾ തേങ്ങ ഇത് കുറച്ച് മുമ്പ് എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ തേങ്ങ നമ്മൾ ഷെൽഫിൽ കൊണ്ട് വെച്ചിട്ട് ചിരവയുടെയും കറിയുടെയൊക്കെ മുമ്പിൽ കൊണ്ട് ഇതാണ് തേങ്ങ എന്ന് പറഞ്ഞിട്ട് ഒന്ന് തിരിച്ചു വയ്ക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.